ചില ദിവസങ്ങൾ നമ്മൾ ജീവിക്കാതെ വിടണം. ഒരുപാട് പ്ലാൻ ചെയ്ത് ഒരു ടൈം ഫ്രെയിം നിശ്ചയിച്ച് ആ പ്ലാൻ ഒക്കെ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതും അത് നേടിയെടുക്കുന്നതുമൊക്കെ ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമാണ്. പക്ഷേ അതിനിടയിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ചില ദിവസങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോകും. ആ ദിവസങ്ങൾക്ക് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ടാവും. നമ്മൾ ഓരോ ദിവസത്തിൻ്റെയും ഓരോ നിമിഷവും എൻജോയ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അത് അതിൻ്റേതായ അർത്ഥത്തിൽ നമുക്ക് ആ ഓരോ നിമിഷത്തിൻ്റെയും ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ പ്ലാനിങ് ഇല്ലാത്ത ദിവസങ്ങളിലായിരിക്കും. അത്തരം ഒരു ദിവസമായിരുന്നു സിംഗിക്കിലെത്തിയതിൻ്റെ പിറ്റേ ദിവസം. ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു ദിവസം. തെളിയുന്ന കാഞ്ചൻജുങ്ക കണ്ണിറയെ കണ്ടുകൊണ്ടാണ് അന്ന് ഉറക്കമുണർന്നത്. ആമ ഹോം സ്റ്റേയിലെ ഭക്ഷണം വളരെ സ്വാദിഷ്ടമായിരുന്നു. അവിടെ എല്ലാത്തിലും ഒരു സ്നേഹമുണ്ട്. ഭക്ഷണത്തിലും അത് വിളമ്പുന്ന പാത്രങ്ങളിലുമൊക്കെ ആ സ്നേഹത്തിൻ്റെ സ്പർശമുണ്ട്. നാംഗ്യാൽ ഭൂട്ടിയ പറഞ്ഞതുപോലെ സിംഗിക്കിൽ നിന്ന് ചെറിയ യാത്രകൾ ചെയ്താൽ എത്താവുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ ഉണ്ട്. ആ യാത്രകളെല്ലാം അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിവെച്ചു. അന്ന് വെറുതെ സിംഗിക്കിൽ അലയാം എന്ന് തോന്നി. സിംഗിക്കിലെ വഴിയോരത്തിരുന്ന് മറ്റെല്ലാം മറന്ന് മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടു. അവൾക്ക് ചുറ്റും മറ്റു കുറേ കുട്ടികൾ. ഈ വഴിയരികിൽ തന്നെയാണ് ഇവരുടെയൊക്കെ വീടുകൾ. സ്കൂൾ കുട്ടികളാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇങ്ങനെ കളി പറഞ്ഞ് നിൽക്കുന്നത്. क्या? किसका? मेरा. കുട്ടികളുടെ കളിച്ചിരിയിൽ പങ്കുചേർന്നുകൊണ്ട് തൊട്ടടുത്ത ലസോംല ഹോം സ്റ്റേയിൽ താമസിക്കുന്ന 2 പേർ കടന്നു വന്നു. മധുരിമയും ബോണാമിയും. 2 പേരും കൊൽക്കത്തയിൽ നിന്നാണ്. ഒരല്പദൂരം നടന്നാൽ നല്ല സിക്കിം ചായ കിട്ടുന്ന ഒരിടമുണ്ടെന്നും കൂടെ വന്നാൽ ഒരു ചായ വാങ്ങിത്തരാം എന്നും മധുരിമ പറഞ്ഞു. വേറെ വലിയ പ്ലാനുകളൊന്നും ഇല്ലാതെ നിൽക്കുകയായിരുന്നതുകൊണ്ട് ഞാനും അവരുടെ കൂടെ ചായ കുടിക്കാൻ കൂടി. സീറോ പോയിന്റ് ലാച്ചോങ് സന്ദർശിക്കാനുള്ള പുറപ്പാടിലായിരുന്നു അവർ. 2 ദിവസം അവിടെ താമസിക്കാനുള്ള പരിപാടിയാണ്. മനോഹരമായ ഹിമാലയൻ താഴ്വരയാണ് ലാച്ചോങ്. ഞാനും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് അത്.
പക്ഷേ അവിടെ പോയി 2 ദിവസം താമസിക്കാനുള്ള സമയമില്ല. ബാഗ്ഡോഗ്രയിൽ നിന്നുള്ള റിട്ടേൺ ഫ്ലൈറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. അതിനു മുൻപുള്ള 2 ദിവസങ്ങൾ ഇവിടെ തന്നെ പലതും കാണാനുണ്ട്. അതിനിടയിൽ സാധ്യമായാൽ ഒരു ദിവസം ലാച്ചോങ്ങിൽ വന്നു പോവുകയുമാവാം. എന്തായാലും ഇന്നൊരു ദീർഘയാത്രയ്ക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവായി. മധുരിമയും ബോണാമിയും ലാച്ചോങ്ങിലേക്ക് പോകാനായി ബുക്ക് ചെയ്ത ടാക്സി വരാറായെന്നും പറഞ്ഞ് അവരുടെ ഹോം സ്റ്റേയിലേക്ക് പോയി. പോവും മുൻപ് ടിബറ്റൻ പ്രെയർ ഫ്ലാഗിനെ കുറിച്ചുള്ള എൻ്റെ സംശയത്തിന് മധുരിമ മറുപടി പറഞ്ഞു. No, is there any particular purpose for that? Yeah, this is for good wish, and these are lucky things. Like there are 5-7 colors, I think, and each represents water, air, land, all the nature. Okay. And that these are good, and it should be always hanging towards the wind. So if it flows, it gives good vibes and positivity all around. സിങ്കിക് കാഴ്ചകൾ കണ്ട് മെല്ലെ നടന്നു. ഹിമാലയൻ ഗ്രാമങ്ങൾക്ക് ഒരുതരം നിഷ്കളങ്കതയുണ്ട്. കാലാവസ്ഥയുടെ കുളിർമ ഇവരുടെ ജീവിതചര്യകളെയും സ്വാധീനിക്കാറുണ്ട് എന്ന് തോന്നുന്നു. വെറുതെ ഇരിക്കാൻ ഇവർക്ക് ഒരു മടിയുമില്ല. ഒരുതരം പതിഞ്ഞിഴഞ്ഞ ജീവിതം. എന്നാൽ ചെയ്യുന്ന ജോലി അത് ചെയ്യുന്ന സമയം വളരെ മൈൻഡ്ഫുൾനെസ്സോടെ ചെയ്യുകയും ചെയ്യും. ഗൂഗിൾ മാപ്പൊന്നും നോക്കാതെ മുന്നിൽ കണ്ട നാട്ടുവഴിയിലൂടെ നടന്നു. ഈ വഴിയുടെ അവസാനം ഒരു ബുദ്ധ ദേവാലയമാണെന്നും അത് പുരാതനമായ ഒന്നാണെന്നും മനസ്സിലായി. എന്നാൽ അത് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് യാദൃച്ഛികമായി മുന്നിലൊരു കാർ വന്ന് നിന്നത്. മധുരിമയും ബോണാമിയുമായിരുന്നു അതിൽ. പ്രതികൂല കാലാവസ്ഥയുള്ള ചില ദിവസങ്ങളിൽ ലാച്ചോങ് പ്രവേശനം പെട്ടെന്ന് നിരോധിക്കും. അങ്ങനെ ലാച്ചോങ്ങിലേക്ക് പോകാനാകാതെ ബുക്ക് ചെയ്തു വന്ന കാറിൽ ബുദ്ധദേവാലയം സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു അവർ. അവിടെ നിന്ന് 1 മണിക്കൂർ കൊണ്ട് എത്താവുന്ന നാഗാ വില്ലേജിലേക്ക് പോവുകയായിരുന്നു അവർ. അന്ന് തന്നെ മടങ്ങി വരുന്ന ആ യാത്രയിൽ ഞാനും അവരോടൊപ്പം പങ്കുചേർന്നു. आगे कुछ भी नहीं है देखने के लिए। रास्ता खराब है ना? सुनिए, वहीं डाना समझ लानुस की वो फॉल्स देखने के लिए मिलेगा आपको, उधर से आगे मत जाइए। हाँ तो कुछ भी नहीं है आगे, पूरा वो लैंडस्लाइड हुआ है, वो ऊपर से देखिए। हाँ सही बात है. आगे जो है वो क्या नागा या डिचू? माथि लानुस न, क्यों पर हम जानुस फॉल्स हेराइदिनुस हो। गाडी रोक्न दिँदैन भने हैन त्यता चाहिँ भइहाल्छ, उही डाँडामा जानुस् न, गाडी घुमाउनु ठुलो छ। उयो टर्निङ सकेर अलिकति तेर्सो छ कि उँभो चाहिँ नजानुस्।
और ये कहाँ पे ये बोलो आगे वाला जो है नागा और रिचू नागा फॉल्स नागा ও। falls। और वो তো রিচু তো সবার পরে বলছিল রিচু যেতে বারণ করছে, ল্যান্ডস্লাইড হয়েছে, রাস্তাটা একদম ও খারাপ অবস্থা, ওকে রিচু না করে দিল যেতে। আচ্ছা तो ये थोड़ा चल के जाएंगे हाँ ठीक है कोई बात नहीं जा जल्दी सकते रखता हैं हूँ गाड़ी हाँ हाँ और लेकिन ये मैंने एक चीज सुन लिया है, स्काई वॉक। अब मैं यहाँ से उतर के उनसे बात करने वाली हूँ। विपुल भैया आप समझ गए स्काई ना? वॉक यहाँ भी है, यहाँ भी स्काई वॉक विपुल है। भैया हाँ, आप हाँ, समझ समझ गए गए। किधर बोला हाँ 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 ठीक है चलो उतर जाओ हाँ हाँ വെറുതെ ഒരു യാത്ര, അത്രയേ വിചാരിച്ചിരുന്നുള്ളൂ നാഗാ വില്ലേജ് കാണും വരെ. പക്ഷേ വെള്ളച്ചാട്ടവും കണ്ട് ഫോട്ടോസും എടുത്ത് തിരിച്ചു നടക്കുന്നതിനിടയിൽ ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കി. പ്രളയക്കെടുതിയിൽ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളുടെ നിലവിളികൾ വിണ്ടുകീറിയ ഈ ഭൂമിക്കടിയിൽ നിന്ന് ഇപ്പോഴും കേൾക്കാം. 2018 പ്രളയത്തിൽ കേരളം കണ്ടതുപോലെ പുഴയൊഴുക്കിൽ ഒലിച്ചുപോയ കൃഷിയിടങ്ങൾ, പുരയിടങ്ങൾ, വീടുകൾ, വാഹനങ്ങൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ, പ്രളയത്തിനിടയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ, തിരിച്ചു കിട്ടിയ ജീവൻ്റെ ആശ്വാസത്തോടെ ഇപ്പോഴും ഇവിടെ വന്നു നിന്ന് നോക്കി നിൽക്കാറുണ്ടാവും. ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു, അവിടെ ഒരു റോഡുണ്ടായിരുന്നു, അതാണ് ആ മുറിഞ്ഞു കിടക്കുന്നത്. ഇവിടെ അടുത്ത ഒരു വീടുണ്ടായിരുന്നു, അതിനു ചുറ്റും പൂത്തുലഞ്ഞ കുറേ സ്വപ്നങ്ങളും. അത് തകർന്നടിഞ്ഞ മണ്ണുപോലും പ്രളയം കൊണ്ടുപോയി. മുന്നിലെ പ്രതിസന്ധി, ഒബ്സ്റ്റക്കിൾസ് തരണം ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശക്തി കിട്ടുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. നാഗാ വില്ലേജ് പുനരുദ്ധാരണത്തിൻ്റെ തിരക്കിലാണിപ്പോൾ. ശുഭാപ്തി വിശ്വാസത്തോടെ പുതിയൊരു നാഗാ വില്ലേജിനായി അവരോടൊപ്പം നമുക്കും കാത്തിരിക്കാം.